രാഷ്ട്രീയം അതൊരു ചതുരംഗ പലകയാണ്. സൗഹൃദങ്ങൾക്ക് അവിടെ ആയുസ് കുറവാണ്. പരിധികൾ നിശ്ചയമില്ലാത്ത ലാഭക്കണക്കുകൾക്കാണ് പലപ്പോഴും ഈ കളത്തിൽ മുൻതൂക്കമുള്ളത്. ഫെബ്രുവരി 2026 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ ഒരു വ്യാപാര കരാറിൽ തീരുമാനമാവുന്നു. 50% നിന്ന് 18%-ലേക്ക് നികുതി കുറച്ചു എന്നത് ഇന്ത്യയിൽ വലിയൊരു വിജയമായി ആഘോഷിക്കപ്പെട്ടു. നമസ്തേ ട്രംപ് വിളികൾ വീണ്ടും ഉയർന്നു. പക്ഷേ ആ ആഘോഷങ്ങൾക്ക് ഏതാനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശ് അതേ അമേരിക്കയുമായി മറ്റൊരു കരാറിൽ ഒപ്പുവയ്ക്കുന്നു. ഇന്ത്യക്ക് 18% നികുതി ചുമത്തിയ അതേ അമേരിക്ക ബംഗ്ലാദേശിന് നൽകിയത് ഒരു വമ്പൻ ഇളവാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ 0 താരിഫ്, അതായത് 0% നികുതി. ചില വിദഗ്ധർ പറയുന്നത് ഇതൊരു സാധാരണ കരാറല്ല, ഇതൊരു വലിയ കെണിയാണ് എന്നാണ്. ഇന്ത്യയുടെ നട്ടെല്ലായ ടെക്സ്റ്റൈൽ വ്യവസായത്തെ തകർക്കാൻ പോന്ന ഒന്ന്. അമേരിക്ക ഇന്ത്യയെ വഞ്ചിച്ചതോ, അതോ ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു പുതിയ അമേരിക്കൻ തന്ത്രമോ? 18% എന്ന ഇന്ത്യയുടെ നേട്ടം യഥാർത്ഥത്തിൽ ഒരു വലിയ തോൽവിയായിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നു, ഇത് ചതിയുടെ ഒരു കരാറാണോ? കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അവസാനിക്കുന്നു. അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഭീമമായ നികുതി 18%-ആയി കുറയ്ക്കാൻ ഈ ചർച്ചകളിൽ ധാരണയായി. ഇത് വലിയൊരു ആശ്വാസമായാണ് ഇന്ത്യൻ വ്യവസായികൾ കണ്ടത്. കാരണം ട്രംപിൻ്റെ ഭീഷണി 50%-ആയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18% എന്നത് ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ഡീലാണെന്ന് തോന്നാം. കാരണം ട്രംപ് ആദ്യം പറഞ്ഞത് ഇന്ത്യക്ക് മേൽ അമേരിക്ക 25 മുതൽ 50% വരെ നികുതി ചുമത്തും എന്നാണ്. അതിൽ നിന്ന് അവർ 18-ലേക്ക് എത്തിയത് ഒരു ഡിപ്ലോമാറ്റിക് വിജയമായി നമ്മൾ കരുതി. പക്ഷേ ഇന്ത്യ കാണാതെ പോയ ഒരു കാര്യമുണ്ട്. നമ്മോട് മത്സരിക്കുന്നവർ ആരാണ്? അത് ചൈന മാത്രമല്ല, ബംഗ്ലാദേശും വിയറ്റ്നാമും കൂടിയാണ്. കൃത്യം 2 ദിവസത്തിന് ശേഷം, അതായത് 2026 ഫെബ്രുവരി 10 വാഷിംഗ്ടണിൽ മറ്റൊരു നാടകം അരങ്ങേറി. ബംഗ്ലാദേശുമായുള്ള കരാർ. അതിലെ പ്രധാന വ്യവസ്ഥ ഇതായിരുന്നു: അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബംഗ്ലാദേശ് വസ്ത്രങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചുങ്കം ഉണ്ടാവില്ല. വ്യക്തമായി പറഞ്ഞാൽ 0% താരിഫ്. ഇവിടെയാണ് കളി മാറിയത്. ഇന്ത്യ 18% നികുതി കൊടുക്കുമ്പോൾ ബംഗ്ലാദേശ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വസ്ത്രങ്ങളെ വില കൂടിയതാക്കും. ഫലമോ അമേരിക്കൻ ബയർമാർ ബംഗ്ലാദേശിലേക്ക് ഒഴുകും. ഇത് തിരുപ്പൂർ, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഹബ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഇവിടുത്തെ മില്ലുടമകളുടെ നെഞ്ചിടിപ്പ് കൂടി. അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നതിനായി കുറഞ്ഞ വിലയിലാണ് ഇവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതായത് ഈ നിർമ്മാതാക്കൾക്ക് കേവല ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നർത്ഥം. അവിടെയാണ് 18% നികുതി വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ അയൽക്കാരനായ ബംഗ്ലാദേശിന് 0% ആണെങ്കിലോ? പിന്നെ ആരാണ് നമ്മളിൽ നിന്ന് വാങ്ങുക? ഓർഡറുകളെല്ലാം ഇപ്പോൾ തന്നെ ധാക്കയിലേക്ക് പോകാൻ തുടങ്ങി എന്നാണ് വാർത്തകൾ. അമേരിക്കൻ കോട്ടൺ വാങ്ങിയാൽ നികുതിയില്ല എന്ന കണ്ടീഷൻ ബംഗ്ലാദേശ് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. എന്നാൽ ഇന്ത്യ പെട്ടുപോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയുടെ തന്ത്രം വളരെ ലളിതമാണ്. അവർക്കവിടെ പരുത്തി ഏതു വിധേനയും പുറം രാജ്യങ്ങളിൽ വിറ്റഴിക്കണം. അതിന് അമേരിക്ക ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നു. ഇന്ത്യ സ്വന്തം പരുത്തിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഫലത്തിൽ അമേരിക്കൻ കർഷകനെയും ബംഗ്ലാദേശ് വസ്ത്രനിർമ്മാതാവിനെയും സഹായിക്കാൻ വാഷിംഗ്ടൺ ന്യൂഡൽഹിയെ ബലി കൊടുത്തു. ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരിതെളിഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷം ഇതിനെ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഇന്ത്യയുടെ സറണ്ടർ അഥവാ കീഴടങ്ങൽ എന്ന് വിളിക്കുന്നു. പ്രധാനമന്ത്രി ട്രംപിനെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് എന്ത് നേടി എന്നാണ് അവരുടെ ചോദ്യം. ബംഗ്ലാദേശ് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യം. അവർ നമ്മളെക്കാൾ മികച്ച ഒരു ഡീൽ നേടിയെടുത്തിരിക്കുന്നു. ഇത് നയതന്ത്ര പരാജയമല്ല, മറിച്ച് ഇത് രാജ്യത്തോടുള്ള ഒരു വഞ്ചനയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് 0 താരിഫ് കിട്ടിയില്ല? വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ സ്വാശ്രയ നിലപാടുകൾ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായി വിപണി തുറന്നു കൊടുക്കാത്തതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാമെന്നും ഇവർ പറയുന്നു. എന്നാൽ മറുവശത്ത് ബംഗ്ലാദേശ് എല്ലാം സമ്മതിച്ചു. അവർക്ക് സമ്മാനം കിട്ടി. ഇന്ത്യ വിലപേശി, പക്ഷേ ഒടുവിൽ 18%-ൽ കുടുങ്ങി. ഇതാണ് ഈ വിദഗ്ധരുടെ നിഗമനം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിരമായ ശത്രുക്കളില്ല, മിത്രങ്ങളുമില്ല. അവിടെ സ്ഥിരമായ താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രംപ് മോദി സൗഹൃദം ക്യാമറകൾക്ക് മുന്നിൽ മനോഹരമാണ്. എന്നാൽ കണക്കിലെ കളികളിൽ ഇന്ത്യക്ക് പിഴച്ചു. ബംഗ്ലാദേശിന് ലഭിച്ച ഈ മുൻഗണന ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയെ വരും വർഷങ്ങളിൽ പിന്നോട്ടടിക്കുമോ എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യം.
ഇതിനുള്ള ഉത്തരം അമേരിക്കയുടെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാവി തീരുമാനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 18% എന്ന പുതിയ മതിൽ ചാടിക്കടക്കാൻ ഇന്ത്യൻ വ്യവസായത്തിന് കഴിയുമോ, അതോ ലക്ഷക്കണക്കിന് തൊഴിലുകൾ നമുക്ക് നഷ്ടമാകുമോ എന്നുള്ള ആശങ്കകൾ ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്ത് പരിണാമമാണ് ഉണ്ടാവുക എന്നത് ഇന്ത്യയും അമേരിക്കയും ഈ വിഷയത്തിൽ നടത്തുന്ന തുടർ നീക്കങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നതും. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.